ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾ കാടകത്ത് 1932 മാസത്തിൽ സമരം ആരംഭിച്ചത്. വനത്തിൽ നിന്നുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതെന്ന ബ്രിട്ടീഷ് കരിനിയമത്തെ എതിർത്ത് സമരഭടന്മാർ വനത്തിനുള്ളിൽ കടന്ന് മരങ്ങൾ മുറിച്ച് പ്രതിഷേധിച്ചു. നാരായണത്തട്ട രാമൻ നായർ, കാരാന്തട്ട കൃഷ്ണൻ നമ്പ്യാർ, എ വി കുഞ്ഞമ്പു, കെ എൻ കുഞ്ഞിക്കണ്ണൻ നായർ തുടങ്ങിയ നേതാക്കൾ സമരത്തിന്റെ ഭാഗമായി നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 40 ദിവസത്തോളം സമരം നീണ്ടുവന്നു. പലപ്പോഴായി സമരക്കാർ പോലീസിന്റെ കണ്ണുപൊട്ടിച്ച് വനത്തിനുള്ളിൽ കിടന്ന് നിയമം ലംഘിച്ചു. പി കൃഷ്ണപിള്ള അടക്കമുള്ള നേതാക്കൾ സമരത്തിന് ഊർജം നൽകാനായി കാടകത്ത് എത്തിയിരുന്നു. അങ്ങനെ പ്രാദേശികമായ ഒരു ചെറുതീർപ്പിന്റെ പേരായി കടകം സമരം സത്യാഗ്രഹം മാറി. കടകം സമരത്തിന് പുറമെ പാലായി, കൊയ്ത്ത് സമരം, കയ്യൂർ സമരം. ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യൻ സമ്പദ് 6ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചാണ് ഉപജീവനം നടത്തുന്നത്. 1950-51 സാമ്പത്തിക വർഷത്തിൽ കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക വർഷം രാജ്യത്ത് മൊത്തം GDP-യുടെ 50% വിഹിതമുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ രാജ്യത്തിന്റെ മൊത്തം GDP-യുടെ ഏകദേശം 14% മാത്രമാണ് കാർഷിക മേഖലയുടെ സംഭാവന എന്നത് കൃഷിക്കാരുടെ അസ്വസ്ഥത എത്രമാത്രം ദയനീയമായി താഴ്ന്നു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. Narayanan TV, Sub-Inspector of Police, Naikunna, District Headquarters, Kasaragod. Ajish Gandhi, Sub-Inspector of Police, Vidyanagar Police Station, Naikunna, Local Police. Subin Dad, Excise Inspector, Badiyadka Range.